ഈ കുഞ്ഞി കവറിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമുള്ളത്. ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു H&M ഹോളാണ് കേട്ടോ. അത് എൻ്റെ പിറകിൽ 2-3 H&Mൻ്റെ കവർ ഉണ്ട്. ബൈ ദ വേ, നിങ്ങൾ ആരെങ്കിലും ഇപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹായ് ഹലോ, എൻ്റെ പേര് ഷാമിലി. ഞാൻ ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് കോണ്ടന്റ് ആണ് ചെയ്യുന്നത്. കുറച്ച് മലേഷ്യൻ ലൈഫ് സ്റ്റൈലോട്ട്, കാരണം ഞാൻ നിൽക്കുന്നത് മലേഷ്യയിലാണ്. എന്തായാലും ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് പോകുന്നതിന് മുന്നേ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഇപ്പോഴേ കാണിച്ചാൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ പോയി കളയില്ല. അതുകൊണ്ട് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ബൈ ദ വേ, ഞാൻ ആദ്യം തന്നെ അവിടെ നിന്ന് എടുത്ത പ്രൊഡക്റ്റ്, ഞാൻ കാര്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ജീൻസ് നോക്കാനാണ് കേട്ടോ. ഞാൻ ജീൻസ് ഇടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. പക്ഷെ ഇതുവരെ എൻ്റെ ഹൈറ്റിന് പറ്റിയ ഒരു ജീൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഹൈറ്റ് 166 ആണ്. ആംഗിൾ ലെങ്ത് ജീൻസ് എനിക്ക് എങ്ങനെ പോലെ, അത് ലൂസ് ഫിറ്റ് ആയാലും സ്ട്രെയിറ്റ് ഫിറ്റ് ആയാലും സ്കിന്നി ജീൻസ് ആയാലും എനിക്ക് അങ്ങനത്തെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കുറേ റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ നോക്കിയപ്പോൾ കണ്ടു H&Mൽ ഹൈറ്റ് ഉള്ളവർക്ക് വേണ്ടി നല്ല ജീൻസുകൾ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പോയി, യെസ് ഉണ്ടായിരുന്നു. അവസാനം എനിക്ക് കിട്ടി. എനിക്ക് പക്ഷേ ഈ ഒരു കളറ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് ലൈറ്റ് വാഷ് ജീൻസ് ആണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഫറിൽ കിടന്നതേ. ഇതിന് നമ്മുടെ നാട്ടിൽ 3000 രൂപയ്ക്ക് അടുത്ത് 2799 രൂപയാണ് കിടക്കുന്നത്. ഇവിടെ പക്ഷേ ഇത് ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്, പ്രൈസ് ടാഗ് ഒക്കെ ഞാൻ അന്നേ പൊട്ടിച്ചു, 79 റിംഗറ്റ് ആണ് കേട്ടോ. ഇട്ട് നോക്കിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. എനിക്ക് വേണ്ടി തയ്പ്പിച്ച ജീൻസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പറയില്ലേ, അതുപോലെ തന്നെ നല്ല ഫിറ്റിംഗ് ആയിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും 79 കണ്ടപ്പം ഞാനൊന്ന് മടിച്ചു, എടുക്കണോ വേണ്ടെന്ന്. കാരണം ഞാൻ അത്രയ്ക്കും റേറ്റിൻ്റെ ജീൻസ് എടുത്തിട്ടില്ല. ഒന്നാമത് ഞാൻ റെഗുലറായിട്ടൊരു ജീൻസ് യൂസ് ചെയ്യുന്ന ആളല്ല. ഇവിടുന്ന് കടകളിലൊക്കെ പോകുമ്പം സാധാ പാൻസാണ് ഇടുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ ജീൻസ് ഇടാറുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊരു ജീൻസ് വാങ്ങിയേക്കാന്ന്. സാധാരണ ഞാൻ 40, 50 അതിൻ്റെ ഒക്കെ ആ റേഞ്ചിലുള്ള ജീൻസ് ഇവിടെ കിട്ടും. അതൊക്കെയാണ് ഞാൻ മേടിച്ചിടാറ്. അങ്ങനെ ഞാൻ ബില്ലടിക്കാൻ പോയപ്പം അവിടുത്തെ ചെറുക്കൻ എന്നോട് പറഞ്ഞു, മാഡം ഇത് 79 റിംഗറ്റ് അല്ല കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ഇത് തന്നെ ഞാൻ സങ്കടത്തോടെയാണ് എടുത്തത്. അപ്പം ഞാൻ വെച്ചു എന്നാൽ ഇത് ക്യാൻസൽ ചെയ്തോളൂ എന്ന് പറയുന്നതിന് മുന്നേ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു 79 അല്ല 59 റിംഗറ്റ് ആണെന്ന്. അങ്ങനെ പിന്നെ 20 റിംഗറ്റ് കുറഞ്ഞ് കിട്ടി. എനിക്ക് ലോട്ടറി അടിച്ചില്ലേ, കാരണം നാട്ടിൽ നോക്കുമ്പോൾ 3000 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1400 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അതും നല്ല ഫിറ്റിംഗ് ആണ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ കുറേ ക്രോപ്പ് ടോപ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടോ. അതിന് പറ്റിയൊരു നല്ലൊരു ജീൻസ് എൻ്റെ കയ്യിലുള്ള, അതിനൊക്കെ കൂടിയാണ് മെയിനായിട്ട് ഞാനിത് വാങ്ങിച്ചത്. റീൽസിലൊക്കെ കാണുന്നത് പോലെ തന്നെ നല്ല ഫിറ്റിംഗ് ആണ്. എൻ്റെതൊരു പിയർ ഷേപ്പ് ആയിട്ടുള്ള ബോഡിയാണ്. അത് വൈഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഹിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെത് അതാണ് വൈഡസ്റ്റ് പാർട്ട്. അപ്പം മിക്ക ജീൻസ് എടുത്താലും ഫിറ്റിംഗ് അത്ര ഒരു പെർഫെക്ഷനിൽ എനിക്ക് കിട്ടാറില്ല. ഇത് പക്ഷെ ഒരു ചെറിയൊരു കർവായിട്ടൊക്കെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടും ആണ് ഇടാൻ. 10 on 10 കൊടുക്കാം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസിൽ എനിക്കൊരു ജീൻസ് കിട്ടുന്നത്. ഞാൻ ഷോർട്സ് ഇട്ടപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടത് ആ പേസ്റ്റൽ ബ്ലൂ കളറിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഡ്രസ്സില്ലേ, അതായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. നേരിട്ട് എനിക്ക് കാണുമ്പോൾ അത് അത്ര ഒരു നല്ലൊരു കളറായിട്ട് തോന്നിയില്ല. ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് നിഖിലും മക്കളും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തു. ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അയച്ചപ്പോഴും നിഖിലിന് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതെന്തോ എനിക്ക് അത് 149 റിംഗറ്റാണ്. അപ്പോൾ ആ ഒരു പൈസക്കുള്ള വേർത്തായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് അത് തോന്നുന്നില്ല. കാണാൻ രസമുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഡള്ളായിട്ടുള്ള കളർ പോലെ ഉണ്ടായിരുന്നു. അതിന് പകരം ഞാൻ അവിടുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തത് ഈ ഒരു ബ്ലൂ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിലും ഇത് ഒരുപാട് പേര് ഈ ഒരു ബ്ലൂ ഡ്രസ്സ് ഇടുന്നുണ്ട്. നമ്മളുടെ ഒരു മീഡിയം വാം സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നി. വെക്കേഷൻ ട്രിപ്പ്, ബീച്ച് ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻസ്പയർഡ് ബൈ ദ സീ എന്നും പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കുറേ സൂര്യനുണ്ട്, പൂക്കളുണ്ട്, ഇലകളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് പോർഷനിലായിട്ട് സ്മോക്കി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തത്. ഞാൻ എടുത്തേക്കുന്ന സൈസ് ലാർജ് ആയിരുന്നു. അവിടെ മീഡിയം ഒന്നും അവൈലബിൾ അല്ല. ഇതും ഓഫറൊന്നും ഇല്ല കേട്ടോ. ഇതിന് വന്നിട്ട് എനിക്ക് തോന്നുന്നത് 69 റിംഗറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നാട്ടിൽ ഞാൻ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു 1499 രൂപ കേട്ടോ. പിന്നെയും ഓഫറിൽ ഇത് കിടക്കുന്നുണ്ടായിരുന്നു 1299. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ അവിടെ മിക്കതും പോളിസ്റ്റർ ഇലാസ്റ്റിൻ മിക്സ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. കോട്ടൺ ഡ്രസ്സ് ഞാൻ അങ്ങനെ കണ്ടില്ല. സോ വാഷ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ നല്ല ഡ്രസ്സൊന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല. ഞാൻ നന്നായിട്ട് ആണ് എൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ട് നടക്കാറ്. അടുത്തതും ഒരു ഡ്രസ്സാണ്. എൻ്റെ ബർത്ത്ഡേ ഫോട്ടോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു പോൾക്കാഡോ ഡ്രസ്സാണ്. ഇത് ഞാൻ ഫോട്ടോസ് വാട്സപ്പിൽ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയ ഒരു ഡ്രസ്സും കൂടിയാണ്. പേഴ്സണലി എനിക്കും ഇത് നല്ല ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫിറ്റിങ്ങിലുള്ള ഒരു ഡ്രസ്സ് എടുക്കുന്ന, ഒരു ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ 2 സൈഡ്സിലായിട്ട് ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
വയറിന്റെ ഭാഗം പ്ലെയിൻ ആയിട്ട് ഇരിക്കൂല, വയറ് പ്രൊജക്ട് ചെയ്ത് കാണിക്കൂല. കുറച്ചൊക്കെ വയറുള്ളവരാണെങ്കിൽ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കില്ല, ആ ഭാഗത്ത് ഇങ്ങനെ ചുരുക്ക് വന്നിട്ട് ചെറിയ വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഹൈഡായി പോകും. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ഇതെടുത്തില്ല കേട്ടോ. നിഖിലിന് ഫോട്ടോ അയച്ചപ്പോൾ നിഖിൽ ഇങ്ങനെ കുറച്ച് ടൈറ്റാ വയറിന്റെ ഭാഗം, അപ്പൊ പിന്നെ ഞാനും എടുത്തില്ല. നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ ആയേനെ. ഇത് ഞാൻ സൈഡ് ഭാഗം എടുത്തിട്ടാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ വന്ന് ഞങ്ങൾ ഞാനും ഫുഡും കൂടെ കഴിക്കുമ്പോഴാണ് നിഖില് പറഞ്ഞത്, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ മെസ്സേജ് കണ്ടില്ല. ഞാൻ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിഖില് കാര്യം പറയുന്നത്. പക്ഷെ തിരിച്ചു പോയപ്പോൾ അവിടെ പിന്നെ മീഡിയം അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലാക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ H&Mന്റെ ഓൺലൈൻ സ്റ്റോഴ്സിൽ നോക്കാൻ പറ്റും ഏതൊക്കെ ഷോപ്പിൽ ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണെന്ന്. അങ്ങനെ ഞാൻ അവിടെ പോകുന്നതിന് മുന്നേ അവിടെ അടുത്തുള്ള ഒരു H&Mൽ ഈ സൈസ് അവൈലബിൾ ആണോ നോക്കി. അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ വേഗം അവിടെ പോയി എടുത്തു. നമുക്ക് ട്രൈ ചെയ്യാനൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് ഇട്ട് നോക്കി, ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തി. ഇതിന്റെ ലാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മീഡിയം ഇട്ടിട്ടുണ്ടായിരുന്നു. ലാർജ് പക്ഷേ ഈ ഒരു ഭാഗം ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. വയറിന്റെ ഭാഗം ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗം ഭയങ്കര ബോറായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഷേപ്പറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. ഇട്ട് നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നും. റേറ്റ് വന്നിട്ട് 1499 രൂപയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. ഇതിന്റെ ആകെ ഒരൊറ്റ കാര്യം എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്, ഇതിന്റെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ലൈനിങ് വേസ്റ്റേരിയന്റെ അവിടെ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വയറിന്റെ താഴെ വരെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിക്ക് വയറിന്റെ ഭാഗം നിന്നേനെന്ന് എനിക്ക് തോന്നി. ഇതും പോളിസ്റ്റർ ഇലാസ്റ്റിൻ മിക്സ് ആണ് കേട്ടോ. എന്നാലും നല്ല സുഖത്തിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല, നല്ലതായിട്ട് കാറ്റ് കിട്ടുന്നുണ്ട്, ചൂടെടുക്കുന്നൊന്നുമില്ല, അടിപൊളി ഡ്രസ്സാണ്. ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ വേറെ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾ ബ്ലാക്ക് ഹീൽസിന്റെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് പക്ഷെ നമുക്ക് ഡ്രസ്സായിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ചെറിയ ഒരു ഷോർട്ട് ഡ്രസ് ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം, സ്കേർട്ടിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഈ 3 ഡ്രസ്സാണ് ഞാൻ H&M വാങ്ങിച്ചിട്ടുണ്ടായത്. ഈ കുഞ്ഞി കവറിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമുള്ളത്. ആദ്യം തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ ഡിസ്നിയുടെ ഈ ഒരു ഗ്ലാസസിന് ഓഫർ ഉണ്ടായിരുന്നേ. ഇത് 30 റിങ്കറ്റാണ്, പക്ഷെ ഓഫറിൽ നമുക്ക് 12 റിങ്കറ്റിന് കിട്ടി. അങ്ങനെ 2 പേർക്കും മേടിച്ചു. പിന്നെ ഷൂ ഒക്കെ ഓഫർ ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരുപാട് പഴയ ഷൂ. മക്കളുടെ ഷൂ ഒക്കെ നല്ലതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് അതിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല 3 നെക്ലേസ്, അത് 3 എണ്ണം. ഞാൻ കുറേ ദിവസമായി ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കവറിലെടുത്ത് വെച്ചിട്ട് എന്തേലുമൊക്കെ ആയിട്ട് എനിക്കൊരു മുടക്കം വരും. ഇപ്പൊ തന്നെ കണ്ടില്ല, വാവ ഒരു 100 വട്ടം വന്നിട്ടുണ്ട്. അതുമല്ല എൻ്റെ ഫോണ് ഇപ്പൊ ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പൊ നിഖിലിന്റെ ഫോൺ ഇവിടെ വെച്ച് പോയത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ 3 നെക്ലേസ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിലെ ഒരു നെക്ലേസും ഈ ഒരു 2 ഹാർട്ട് ചാമിന്റെ നെക്ലേസ് ഇല്ലേ, അതില് ഈ ഒരു വൈറ്റ് നെക്ലേസും പിന്നെ ഈ ഒരു ഇയറിംഗ് കോംബോ കണ്ടോ, ഇതുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലോങ് വീഡിയോന്ന് ഒരു ഗിവ് അവേ വിന്നറിനും ഷോർട്സിന്ന് ഒരു ഗിവ് അവേ വിന്നറിനെ ആയിട്ടൊന്നും ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഒരു ഷോർട്സും ഈവൻ 1K പോലും അടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു 500 പോലും എത്തിയില്ല അതിനുശേഷം ഇട്ട വീഡിയോസ് ഒന്നും. അപ്പൊ ഞാൻ വിചാരിച്ചു തൽക്കാലം ഷോർട്സിന്റെ ഗിവ് അവേ ഇവിടെ വെച്ച് നിർത്താന്ന്. ഞാൻ ചാനലേ നിർത്താനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. കാരണം ഇപ്പം കുറെ പേരെങ്കിലും ഇതിലേക്ക് ഇറങ്ങിയ കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, യൂട്യൂബ് എല്ലാ വർഷവും എന്തെങ്കിലും ഒരു പോളിസീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പുതിയത് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ വർഷത്തെ മോണിറ്റൈസേഷൻ പോളിസി അവർ മാറ്റിയിട്ടുണ്ട്. 4000 വാച്ച് അവറിന് പകരം 8000 വാച്ച് അവർ വേണം. ഈ 4000 തന്നെ എനിക്ക് ഈ 3 കൊല്ലം കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല. സോ എൻ്റെ യൂട്യൂബ് ജേണി ഞാൻ നിർത്താം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഷോർട്സിൽ ഗിവ് അവേ വിന്നർ എടുക്കണ്ടെന്ന് വിചാരിച്ചത്. ഈ ജനുവരി വരുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു മിസ്റ്ററി ബോക്സ് ആയിട്ടായിരിക്കും തരും. ഇതെന്തായാലും ഇനി അത്ര വെക്കാൻ പറ്റില്ല, അതുവരെ എടുത്ത് വെച്ചാൽ എന്തായാലും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ ഒക്കെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആയി പോകും. നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതൊരു പുതിയ സാധനമായിട്ട് തോന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ തരണ്ടല്ലോ. ഇത് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം ഷോർട്സ് റീച്ച് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ നാട്ടിലേക്ക് വരും, ഒരു ബോക്സിൽ അഡ്രസ്സും കാര്യങ്ങളും എഴുതിയിട്ട് അവരുടെ അടുത്ത് കൊടുത്താൽ മതി, അവർ അയക്കുമല്ലോ. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഷോർട്സ് ഒന്നും പോകുന്നില്ല. ഈവൻ ലോങ് വീഡിയോ പോലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു 1K ഒക്കെ എത്തുമായിരുന്നു ഗിവ് അവേന്റെ, പക്ഷെ അത്രയൊന്നും എത്തിയില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഗിവ് അവേ എടുക്കാൻ. അതും ഞാൻ പറഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഗിവ് അവേ വെച്ചത്. അല്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെക്കില്ലായിരുന്നു. കാരണം യൂട്യൂബ് ഇങ്ങനെ ഒരു പണി തരും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് വളരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പറ്റും. ഈ കുറേ വീഡിയോസ് ഒരു ദിവസം 5-8 ഷോർട്സ് ഇടുക, 2 ലോങ് വീഡിയോസ് ഒക്കെ ഇടുന്നവർക്ക് പറ്റാതിരിക്കുന്നില്ല. എൻ്റെ കേസിൽ എനിക്കത് പറ്റേ ഇല്ല. വാവേനെയും വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഇതൊരു പ്രതിസന്ധിയിലാണ്. നമുക്ക് നോക്കാം. റീച്ച് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു മലേഷ്യൻ മിസ്റ്ററി ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫോൺ കൊണ്ടു തന്നതാ.
ഒരു മിസ്റ്ററി ബോക്സ്, മലേഷ്യൻ മിസ്റ്ററി ബോക്സ്, അങ്ങനെയായിരിക്കും ഞാൻ ഇനി അടുത്ത എൻ്റെ ഗിവ് അവേക്ക് പേരിട്ടത്. അപ്പോൾ നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് വേണം. ബൈ ദ വൈ, ഞാൻ 2 സാധനങ്ങളും കൂടെ കാണിക്കാൻ മറന്നു. H&Mന്റെ കവറാണെങ്കിലും ഇത് ഞാൻ H&M മേടിച്ചല്ല, നമ്മൾ 2 സ്ഥലത്ത് നിന്ന് H&Mന്റെ ഡ്രസ്സ് വാങ്ങിയതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ 2 കവർ കാണുന്നത്. ഇത് ഞാൻ അല്ലാതെ ഇന്നാൾ മോളിൽ പോയപ്പം ഡെനീമിന്റെ ഈ ഒരു സ്കേർട്ട് ഓഫറിലുണ്ടായിരുന്നു. 19 റിങ്കറ്റേ ഉള്ളൂ. അത് നല്ലൊരു ഡീലാണ്. കാരണം 19 റിങ്കറ്റിനൊക്കെ കിട്ടാന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. അതും നല്ല ഡെനീമാണ്. ഇവിടെ ഒരു പടിനി എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ മാക്സ് ട്രെൻഡ്സ് ഒക്കെ പോലെ തന്നെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നതാണ്. അവിടെ ഡെനീമിന്റെ സ്കേർട്ടൊക്കെ 69 റിങ്കറ്റിനാണ് ഞാൻ ഇതിന്റെ വേറൊരു ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കുറച്ച് ടൈറ്റായി. അപ്പോൾ ഇത്തവണ ഇത് കണ്ടപ്പം ഞാൻ മേടിച്ചു. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ. അപ്പം ഞാൻ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. ബൈ ദ വേ, ഇതും ഞാൻ സൈസ് എടുത്തേക്കുന്നത് ലാർജ് ആണ്. എൻ്റെ വേസ്റ്റിന്റെ സൈസ് 31 ആണെങ്കിലും ഞാൻ ഹിപ്പ് സൈസ് ആണ് ഏതെടുക്കുമ്പോഴും ഞാൻ എൻ്റെ ഹിപ്പ് സൈസ് ആണ് ഞാൻ നോക്കുക. അതിനനുസരിച്ച് നമുക്ക് വേസ്റ്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ വരണമെങ്കിൽ വരുത്താലോ. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ബോറായിരിക്കും. പ്രത്യേകിച്ച് ഈ ഡെനീമിന്റെ ഡ്രസ്സും ഞാൻ ഒരുപാട് വീഡിയോസ് ക്രിയേറ്റേഴ്സ് ഇടുന്ന കണ്ടിട്ടുണ്ട്. അവർ ഏതെങ്കിലും അവരുടെ ഏറ്റവും സ്മോളസ്റ്റ് പോർഷന്റെ സൈസ് എടുക്കുക, എന്നിട്ട് അതിന് പറ്റിയ ഡ്രസ്സ് വാങ്ങും. എന്നിട്ട് ആകെ മൊത്തം നമ്മൾ ആ ഒരു ഡ്രസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് ശ്വാസം മുട്ടി നിൽക്കും. അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. ഞാനൊരു മോമാണ് എന്നുള്ള എക്സ്ക്യൂസിൽ അവർ പറ്റാത്ത ഡ്രസ്സൊക്കെ ഇടുന്ന ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. എയർലൈൻ ഡ്രസ്സ് ഉണ്ട്, ബോഡിക്കോൺ ഡ്രസ്സ് ഉണ്ട്. ഇനി ഡെനിം ഡ്രസ്സ് തന്നെ വന്നാലും മെർമെയ്ഡ് കട്ടിലൊക്കെ വരുന്നുണ്ട്. പല തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ട്. അത് പലതും പല ബോഡി ഷേപ്പിനുള്ള ഡ്രസ്സുകളാണ്. അമ്മയായി എന്ന് വെച്ചിട്ട് പറ്റാത്ത ഡ്രസ്സ് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇനി ആരും ഇതിൽ നെഗറ്റീവ് പറയരുത്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. പക്ഷെ നമ്മളെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്ന ഡ്രസ്സ് ഇടുന്നതാവും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ അന്ന് എടുത്തിരുന്നു ഇതൊരു നോർമൽ ജീൻസ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. കഴുകി കഴിഞ്ഞാൽ പോകെ എന്തായാലും കളറൊക്കെ ചേഞ്ച് ആവാൻ മതിയാവും. പിന്നെ എൻ്റെ സൈസ് വന്നിട്ട് XL ആ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഹിപ്പ് സൈസ് നോക്കുമ്പോൾ എനിക്ക് ലാർജ് പറ്റുന്നില്ല എന്നല്ല, അവിടെ കുറച്ച് ടൈറ്റ് ആയിരിക്കുന്നു. അപ്പം ഞാനൊരു റിലാക്സ് ഫിറ്റ് എന്നുള്ള രീതിക്ക് XL എടുത്തതെന്നേ ഉള്ളൂ. ഇതെനിക്ക് വേസ്റ്റ് നല്ല ലൂസാണ്. അവിടെ ഞാനൊരു എലാസ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ.